നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അന്റാർട്ടിക്കയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അറിവാണ്, പുതിയ ചില അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ദക്ഷിണ ധ്രുവ ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക മഞ്ഞ് തണുത്തുറഞ്ഞ ഒരു മരുഭൂമിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അന്റാർട്ടിക്കയിലെ മഞ്ഞിനടിയിൽ അനേകം രഹസ്യങ്ങളുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. അന്റാർട്ടിക്കയെ പൊതിഞ്ഞു നിൽക്കുന്ന ഐസിനടിയിൽ 400 തടാകങ്ങളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കരുതുന്നത്. ഗോണ്ടനാലാൻഡ് എന്ന ആദിമ മഹാഭൂഖണ്ഡത്തിൽ നിന്നും അന്റാർട്ടിക്ക പൊട്ടിമാറിയ കാലത്താണ് ഈ തടാകങ്ങൾ രൂപപ്പെട്ടതെന്ന് പുതിയ പഠനം പറയുന്നുണ്ട്. 1990-ൽ അന്റാർട്ടിക്കയിലെ മറഞ്ഞ തടാകങ്ങളിലൊന്നായ വോസ്റ്റോക്ക് കണ്ടെത്തിയിരുന്നു. മുകളിലെ ഐസ് പാളികളിൽ നിന്ന് 3.5 കിലോമീറ്റർ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ജലത്തെ ഉൾക്കൊള്ളാവുന്ന അളവ് വെച്ച് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രകൃതിദത്ത തടാകമാണ്. അന്റാർട്ടിക്ക ഒരു കാലത്ത് മഞ്ഞുഭൂമി അല്ലായിരുന്നു എന്നും അന്നവിടെ വനങ്ങളും മൃഗങ്ങളുമൊക്കെ നിലനിന്നെന്നും വാദിക്കുന്ന ശാസ്ത്രജ്ഞർ ഏറെയാണ്. ഇക്കാരണത്താൽ തന്നെ ഐസിനടിയിൽ ചരിത്രാതീത കാലത്തെ ഫോസിലുകളും വനങ്ങളുടെ ശേഷിപ്പുകളുമൊക്കെ കണ്ടേക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. ഇത്തരം ചില ഫോസിലുകൾ കണ്ടെത്തപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ 2 സജീവ അഗ്നിപർവ്വതങ്ങളാണ് അന്റാർട്ടിക്കയിലുള്ളത്. എന്നാൽ ഐസിനടിയിൽ 100ഓളം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്ന് മറ്റ് ചില ശാസ്ത്രജ്ഞർ സംശയിക്കുന്നുമുണ്ട്. മൗണ്ട് എരിബസ്, ഡിസ്പ്ഷൻ ഐലൻഡ് എന്നിവയാണ് ഇന്ന് അന്റാർട്ടിക്കയിൽ സജീവമായ അഗ്നിപർവ്വതങ്ങൾ. ബെൽജിയത്തിലെ ബ്രസൽസിലുള്ള ഒരു സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ 3 ലക്ഷത്തോളം ഉൽക്കകൾ അന്റാർട്ടിക്കയിൽ മറഞ്ഞിരിപ്പുണ്ടാകുമെന്ന് കണ്ടെത്തിയിരുന്നു. ഭൂമിയിൽ പതിച്ച ഉൽക്കകളിൽ കണ്ടെത്തപ്പെട്ടവയിൽ 3-1 അന്റാർട്ടിക്കയിൽ നിന്നാണ്. അന്റാർട്ടിക്കയിൽ പതിക്കുന്ന ഉൽക്കകൾ ഭൂഖണ്ഡത്തിന്റെ ഐസ് പാളികളിലേക്ക് ആഴത്തിലിറങ്ങി പതിഞ്ഞിരിക്കുകയാണ് പതിവ്. ഇവ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ അന്റാർട്ടിക്കയിൽ നടത്തിയ വിവിധ ഖനന ദൗത്യങ്ങൾക്കിടയിൽ അവിചാരിതമായി ഒട്ടേറെ എണ്ണം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. സൗരയുധത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഉത്ഭവം ഉൾപ്പെടെ മനുഷ്യരാശിക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളിൽ വിലപിടിപ്പുള്ള അറിവുകൾ നൽകുന്നവയാണ് ഭൂമിയിൽ പതിച്ച് മറഞ്ഞിരിക്കുന്ന ഇത്തരം ഉൽക്കകൾ. ശതകോടിക്കണക്കിന് വർഷങ്ങൾ മുൻപുള്ള ചിഹ്നഗ്രഹങ്ങളിൽ നിന്നോ വാൽ നക്ഷത്രങ്ങളിൽ നിന്നോ ഉള്ള അവശേഷിപ്പുകളാണ് കൂടുതൽ ഉൽക്കകളും എന്നതിനാൽ വാൽ നക്ഷത്രങ്ങളുടെയും ചിഹ്നഗ്രഹങ്ങളുടെയും സവിശേഷതകളെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ ഇവ വഴിയൊരുക്കുന്നു. ഇതുവരെ 45,000-ത്തിലധികം ഉൽക്കകൾ അന്റാർട്ടിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിചിത്രമായ വസ്തുത. ഉൽക്കാശിലകൾക്കായി ഗവേഷകർ ഇത്രയധികം സമയവും പരിശ്രമവും ചെലവഴിക്കുന്നതിന്റെ മറ്റൊരു കാരണം അവ നമ്മുടെ സൗരയൂഥത്തിന്റെ ആഴമേറിയ ഭൂതകാലത്തേക്കുള്ള ഒരു ജാലകം എന്നതാണ്. ഈ ബഹിരാകാശ ശിലകളിൽ ഏറ്റവും പഴക്കം ചെന്നവയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനെ ചുറ്റുകയും പിന്നീട് ഗ്രഹങ്ങളിലേക്ക് കൂടിച്ചേരുകയും ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് മാറ്റമില്ലാത്ത വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇപ്പോൾ ഒരു ഉൽക്കാശിലയ്ക്കുള്ളിൽ ഗവേഷകർ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന മറ്റൊന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥം ആരംഭിക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന നക്ഷത്ര പൊടിയുടെ തരികളടങ്ങിയ ഒരു വാൽ നക്ഷത്രമാണ് അതെന്ന് അവർ വിശ്വസിക്കുന്നു. ന്യൂസ് വീക്കിലെ ഹന്ന ഓസ്ബൺ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെന്നാൽ, സംശയിക്കപ്പെടുന്ന ഈ വാൽ നക്ഷത്രത്തിന്റെ കഷണം 2002-ൽ അന്റാർട്ടിക്കയിൽ ശേഖരിക്കപ്പെടുകയും ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വ്യാഴത്തിനിപ്പുറം രൂപപ്പെട്ടതായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന ലാപ്പാസ് ഐസ് ഫീൽഡ് 02342 എന്ന ഉൽക്കാശിലയിൽ നിന്നാണ് വരുന്നതെന്നാണ്. അതിന്റെ രൂപീകരണ സമയത്ത് പ്രീ സോളാർ വാൽ നക്ഷത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം അത് എടുത്തു. ഏകദേശം 1 മില്ലിമീറ്ററിന്റെ 10-1 വ്യാസം ഉള്ളത് മാത്രമാണ് ഈ കണ്ടെത്തിയ നേച്ചർ അസ്ട്രോണമി ജേണലിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു യുവ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പൊടി, വാതകം, അവശിഷ്ടങ്ങൾ എന്നിവയുടെ ഡിസ്കിൽ നിന്നാണ് ചിഹ്നഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും രൂപം കൊള്ളുന്നതെങ്കിലും നക്ഷത്രത്തിൽ നിന്ന് വ്യത്യസ്ത അകലങ്ങളിൽ അവ കൂടിച്ചേരുകയും വ്യത്യസ്തമായ രാസഘടന പുലർത്തുകയും ചെയ്യുന്നുവെന്ന് ചില ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. ധൂമകേതുക്കൾ സാധാരണയായി കൂടുതൽ ജല ഐസും കാർബണും ചേർന്നതാണ്. ചിഹ്നഗ്രഹങ്ങൾ പല വ്യത്യസ്ത രുചികളിൽ വരുന്നു, പക്ഷെ ലോഹങ്ങളും പാറയും ചേർന്നതാണ്. ലാപ്പാസ് ഐസ് ഫീൽഡ് 02342 ഒരു പ്രാകൃത കാർബണേഷ്യസ് കോൺട്രൈറ്റ് ഉൽക്കാശിലയാണ്.
ഭൂമിയിൽ പതിച്ചതിനു ശേഷം ഇത് അധികം കാലാവസ്ഥയെ ബാധിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. ഛിന്നഗ്രഹങ്ങളുടെ കഷണങ്ങൾ ഭൂമിയിൽ ഇടയ്ക്കിടെ പതിക്കുമ്പോൾ വാൽനക്ഷത്രത്തിന്റെ ശകലങ്ങൾ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ലാപ്ലാസിനെ വിശകലനം ചെയ്യുന്നതിനിടയിൽ വാൽനക്ഷത്രത്തിന്റെ ചെറിയ ഭാഗം കണ്ടെത്തിയതിൽ ഗവേഷകർ ഇത്രയേറെ സന്തോഷത്തോടെ അത്ഭുതപ്പെടുന്നത്. അന്റാർട്ടിക്കയിലേക്ക് തിരിച്ചു വരാം. ലാർസൺ ഐസ് ഷെൽഫിന് താഴെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ ഭൂഗർഭ ആവാസ വ്യവസ്ഥ ശാസ്ത്രജ്ഞർ 2021 കണ്ടെത്തുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയ്ക്ക് ജന്മം നൽകിയ അന്റാർട്ടിക് ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഷീറ്റ്. ഉപഗ്രഹ ഫോട്ടോകളിൽ ഐസ് ഷെൽഫ് കരയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തിന് സമീപമുള്ള സാധാരണയായ ഒരു ചാലാണ് കാണിച്ചത്. ഗവേഷകർ ഒരു പ്രസ്താവനയിൽ വിവരിച്ചതുപോലെ ഈ സവിശേഷത ഒരു ഭൂഗർഭ നദിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഭൂഗർഭ അറയിലെത്താൻ ശക്തമായ ഒരു ചൂടുവെള്ള ഹോസ് ഉപയോഗിച്ച് സംഘം ഏകദേശം 1640 അടി താഴേക്ക് തുരന്നു. മഞ്ഞു മൂടിയ തുരങ്കത്തിലൂടെയും ഗുഹയിലേക്കും ഒരു ക്യാമറ അയച്ചപ്പോൾ വെള്ളത്തിലെ നൂറുകണക്കിന് ചെറുതും മങ്ങിയതുമായ പാടുകൾ വീഡിയോ ഫീഡിനെ മറച്ചു. തുടക്കത്തിൽ തങ്ങളുടെ ഉപകരണം തകരാറിലാണെന്നാണ് സംഘം കരുതിയത്. എന്നാൽ ക്യാമറ വീണ്ടും ഫോക്കസ് ചെയ്ത ശേഷം ആംഫിപോഡുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ക്രസ്റ്റേഷ്യനുകൾ ലെൻസിനെ മൂടുകയാണെന്ന് അവർ മനസ്സിലാക്കി. മഞ്ഞു മൂടിയ പ്രതലത്തിന് ഇത്രയും താഴെ ഒരു തരത്തിലുള്ള ജീവിയെയും കണ്ടെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് തന്നെ അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ താഴ്ചയിൽ ഇതുവരെ കാണാത്ത ഒരു ആവാസ വ്യവസ്ഥ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ചെമ്മീൻ പോലുള്ള ചെറിയ ജീവികളുടെ കൂട്ടങ്ങൾ നിറഞ്ഞ ഇരുണ്ടതും കൂർത്തതുമായ ഒരു ഗുഹയായിരുന്നു അത്. നമ്മുടെ ക്യാമറയ്ക്ക് ചുറ്റും ആ മൃഗങ്ങളെല്ലാം നീന്തുന്നത് അർത്ഥമാക്കുന്നത് അവിടെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥ പ്രക്രിയ നടക്കുന്നുണ്ടെന്നാണ്. ന്യൂസിലാൻഡിലെ ഓക്ലൻഡിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫറിക് റിസർച്ചിലെ ഭൗതിക സമുദ്ര ശാസ്ത്രജ്ഞനായ ക്രൈഗ് സ്റ്റീവൻസ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇതായിരുന്നു: ചെമ്മീൻ നിറഞ്ഞ രഹസ്യ ഘടനയുടെ കണ്ടെത്തൽ ആ ടീമിനെ ആഹ്ലാദത്തിനും മുകളിലേക്കും താഴേക്കും ചാടി പ്രേരിപ്പിച്ചു. സ്റ്റീവൻസ് ഇതുകൂടി കൂട്ടിച്ചേർത്തു. Thank you for listening. See you next time. Bye.